ആളുകൾ മാത്രം നിന്നിട്ട് ചെയ്തേക്കണതാണ്, ഇതെല്ലാം മെഷീനൊന്നുമില്ല. അപ്പോഴും നമ്മുടെ മിഷ്കൽ മസ്ജിദാണ് ഈ കാണുന്നത്, ഞങ്ങൾ തോന്നണം. ഹായ് ഡിയേഴ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മാനാഞ്ചിറയ്ക്കടുത്തുള്ള കുറ്റിച്ചിറ എന്ന് പറയുന്ന ചരിത്രവും പൈതൃകവുമായിട്ടുള്ള ഒരു പ്രദേശത്താണ്. ഈ കാണുന്ന കുളം 2022 മാർച്ചിൽ റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 700 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുളമാണ് ഈ കാണുന്നതെന്ന് ഓർക്കണം. NIT കോഴിക്കോടാണ് കേട്ടോ ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ കുളത്തിനോട് ചേർന്ന് തന്നെ മിഷ്കാൽ മസ്ജിദ് ഉണ്ട്. ആ മസ്ജിദിൻ്റെ ചരിത്രവും പൈതൃകവുമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോവാം. കുളത്തിനോട് ചേർന്ന് എല്ലാവർക്കും വന്ന് ശാന്തമായിരുന്നു വിശ്രമിക്കാൻ പറ്റുന്ന പവലിയനുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ. പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഇതുണ്ടോ അരയന്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കുളക്കടവിൻ്റെ ഭിത്തികൾക്ക് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. കഥകളല്ല, ചരിത്രങ്ങൾ. 700 വർഷങ്ങൾക്ക് മുൻപ് എന്തെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിട്ട് ചരിത്രങ്ങളും ചിത്രങ്ങളുമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വാസ്കോഡ ഗാമ പായ്ക്കപ്പലിൽ വന്ന് കാപ്പാട് ബീച്ചിൽ ഇറങ്ങിയതിൻ്റെ എന്തോ ആ ഒരു സാമുദ്രിപ്പാടും ആ ഒരു പിക്ചറൈസേഷനാണ് നാട്ടെ എനിക്ക് മനസ്സിലാണോ എന്ന് കാണിച്ചേ. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയാൻ കേട്ടോ. ഇതണ്ട, ഇവിടെ ബേപ്പൂർ കടപ്പുറത്തായിരുന്നു അന്നത്തെ കാലത്തുള്ള ഈ കപ്പല് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആ ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത് ഇവിടെ. അന്ന് ഈ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടോ മരത്തടിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് ആളുകൾ മാത്രം നിന്നിട്ട് ചെയ്തേക്കണതാണ്, ഇതെല്ലാം മെഷീനൊന്നുമില്ല. ആ പായ്ക്കപ്പലിൽ കുഞ്ഞാലി മരക്കാറാണ് ആ നിൽക്കുന്നത്. അതിന്റെ ഹിസ്റ്ററിയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് സുന്നത്ത് കല്യാണം, കുഞ്ഞു റാത്തീബ് എന്നൊക്കെ പറയുന്ന ആ ഒരു ആചാരങ്ങളൊക്കെയാണ് കേട്ടോ. കല്ലായിലെ ആദ്യകാലത്തുള്ള മരക്കച്ചവടം, തടിക്കച്ചവടത്തിന്റെ ഒരു പിക്ചറൈസേഷൻ ആട്ടോ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് ഈ ചെയ്ത് വെച്ചേക്കണത്. എന്താണ് എംബോസ് ചെയ്തിട്ടാട്ടോ ഇതൊക്കെ ചെയ്തേക്കണത്, വെറുതെ വരച്ച ചിത്രങ്ങളൊന്നും അല്ല. ഇതിപ്പോ നമ്മൾ അവിടെ കാണുന്ന മിഷ്കാൽ മസ്ജിദ് ഇല്ലേ, അത് പുതുക്കി പണിത് അതിന്റെ ചിത്രീകരണമാണ് ഇതാ ഇവിടെ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. ആ മിഷ്കാൽ മസ്ജിദ് അങ്ങോട്ട് കാണിച്ചേ, ഇവിടെ നിന്ന് കാണാം. നേരെ ഈ കുളത്തിന്റെ അതേ ആ സൈഡിലാണ് മിഷ്കാൽ മസ്ജിദ് കാണുന്നത്. ആ മിഷ്കാൽ മസ്ജിദ് പണിയുന്നതിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത കുഴിയാണ് കേട്ടോ ഈ കുളം എന്ന് പറയുന്നത്. ഇത് ഇന്ന് 2022 നവീകരിച്ച രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പള്ളി പിന്നീട് 1510 പുതുക്കി പണിയുകയുണ്ടായി. അതിന്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ഉണ്ടോ 4 നിലയായിട്ട് ഇത് പുതുക്കി പണിത് ആ ഒരു ചിത്രീകരണമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ആ പണി നടക്കുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ സാമൂതിരി ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട്. ആളുകളൊക്കെ വന്ന് ഈ ചൂട് സമയത്ത് നല്ലതായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഒന്നും പറയാനില്ല അതിനപ്പുറത്തേക്ക്. ഇവിടെയാണ് അയ്യോ ഒപ്പന കല്യാണം, മുസ്ലിം മൈലാഞ്ചി ഇടല്, ഒപ്പന കല്യാണം, മുസ്ലിം സ്ത്രീകളുടെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. മണവാട്ടി റെഡി ആയിരിക്കണം ഒപ്പന ചെയ്യണത്. അതുകൊണ്ടോ മണവാട്ടിന് കൂടെ ഒപ്പന ഇപ്പോഴും ഉണ്ട്. മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ ഭക്ഷണത്തിന്റെ ആ ഒരു കാര്യങ്ങള്, നമ്മുടെ അവരുടെ തനതായ ബിരിയാണി, പത്തിരി, നെയ്ച്ചോറ്, അതൊക്കെയുള്ള ഒരു ഫെസ്റ്റിവൽ കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതാ കുളത്തിൻ്റെ തെക്കേ ഭാഗത്തായിട്ടാണ് കാണുന്നതാണ് കുളക്കടവ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാറി നിന്നു. അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എന്തോ ഒരു പോസിറ്റീവ് വൈബിങ്ങോട് നോക്കുമ്പോഴേക്കും കേട്ടോ നല്ല രസമുണ്ട്. കുറച്ച് നേരം വന്നിരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അവിടെ ഭയങ്കര കുളിക്കാനുള്ള തിരക്കായിരുന്നു ആണുങ്ങളുടെ. അപ്പോൾ ഞങ്ങളവിടെ മാറി നിന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എണ്ണ സോപ്പൊന്നും ഉപയോഗിക്കരുത്. ഇത് ഇസ്ലാം മതത്തിലുള്ള പുരുഷന്മാരുടെ കോലുകളി, ദഫ് മുട്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്.
മൊറോക്കൻ വിദേശ സഞ്ചാരിയും പിന്നെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരികളൊക്കെ അന്നത്തെ കാലത്ത് വന്ന് നമ്മളുടെ ഹിസ്റ്ററി അവരെഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ടില്ല നമ്മളുടെ ഹിസ്റ്ററി. സത്യത്തില് വിദേശ സഞ്ചാരികൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അവരെ കുറിച്ചാട്ടോ ഇത് കാണിച്ചിട്ടുള്ള. ഇരിക്കാൻ വേണ്ടി ഒരുപാട് ചാരുബെഞ്ചുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കാണാനും. പിന്നെ ഒത്തിരി പൂക്കളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. നല്ല തണുത്ത കാറ്റാട്ടോ. പുഴയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ഫീലാണ് ആക്ച്വലി ഇത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടണത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നപ്പോഴേക്കും. ഈ പൂ കണ്ടിട്ട് കാലങ്ങളെ സത്യം നല്ല രസമുണ്ട്. കൊറേ കാലമായി പൂക്കളൊക്കെ കണ്ടിട്ട്. പണ്ട് കുഞ്ഞിലേ കണ്ടിട്ടുള്ളതാട്ടോ ഈ പൂവ്. ചെറുതായിരുന്ന സമയത്ത്. പിന്നെ കണ്ടിട്ടില്ല, മറന്നുപോയി. നല്ല ഭംഗിയില്ലേ ഇത്. നമ്മൾക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ 2 കടകളുണ്ടല്ലേ. ഒന്ന് അത് കുളിക്കാനുള്ള കടവാണ്, പിന്നെ അങ്ങോട്ടേക്കുള്ളതൊക്കെ ഇരിക്കാനുള്ള കടവ്. അതും നല്ല രസമാണ്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഹാങ്ങിങ് ഗാർഡൻ പോലുള്ള ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ ചെറിയൊരു പാർക്കും കൂടിയുണ്ട് കേട്ടോ. അങ്ങനെയും ഉണ്ട് സൗകര്യം കുട്ടികളായിട്ട് വരുന്നവർക്ക്. അപ്പോൾ ബോറടിക്കാതെ ഇരുത്താനും പറ്റും. സൂപ്പറാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാൻ നല്ല രസം. ഇവിടെയൊക്കെ ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രി നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു ഈ ഫുട്പാത്ത്. രാത്രി എനിക്ക് തോന്നുന്നു പ്രത്യേക ആംബിയൻസ് ആയിരിക്കും ഇവിടെ കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ സീറ്റിംഗ് ഉണ്ട്. ഇവിടെ നിറയെ സ്പോട്ട് ലൈറ്റും ഉണ്ട്. ലാമ്പ് തൂണിൽ അതും ഉണ്ട്. മൊത്തത്തിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ രാത്രി. ഭയങ്കര വൈബായിരിക്കും. ഈ കുളത്തിന്റെ നേരെ ഇവിടെ തന്നെയാണ് കേട്ടോ മിഷ്കൽ മസ്ജിദ്. അപ്പം നമ്മളവിടെ ആ ഹിസ്റ്ററിയിലെ ഒരു ഇതിൽ കണ്ടില്ലേ, അതാണ് ഈ കാണുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. കേറ്റോന്ന് അറിയില്ല, വന്ന് നോക്കാം. നോക്കാം. ഇതാട്ടോ മിഷ്കൽ മസ്ജിദ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞത്. 700 വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി പണി കഴിപ്പിച്ചത് കപ്പൽ വ്യവസായിയും വ്യാപാരിയുമായിരുന്ന യമൻ വംശജനായ നഖുദ മിഷ്കലാണ്. പോർച്ചുഗീസ് ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായ 1510 ഇതിന് ഒരു കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് തുടർന്നുണ്ടായ തീ കത്തി പടർന്നതിനെ തുടർന്ന് ഈ പള്ളിയുടെ അകത്ത് വശത്ത് ഇപ്പോഴും കരി പിടിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കിന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതായത് ഉച്ചയ്ക്ക് നമസ്കാരം നടക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ ചോദിച്ചില്ല, അകത്തോട്ട് കയറുന്ന കാര്യവും ഞാൻ ചോദിച്ചില്ല. ഹിസ്റ്ററി എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്കിത് പോസ് ചെയ്താൽ കുറച്ചുകൂടി അറിയാൻ പറ്റും. താഴത്തെ നിലയിലാണ് പ്രാർത്ഥന ഹാൾ കേട്ടോ. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിന് ചുറ്റും നടക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൈലൻ്റായിട്ടാണ് ഞാൻ ഇവിടെ ക്യാമറ കൊണ്ട് നടക്കുന്നത് കേട്ടോ. അർദ്ധവൃത്താകൃതിയിലുള്ള കമാനങ്ങളോടുകൂടിയ വാതിലുകളാണ് കേട്ടോ ഈ പള്ളിയുടെ ചുറ്റുമുള്ളത്. ഈ വാതിലുകൾക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളതാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഓരോ കമാനങ്ങളും ഓരോ വാതിലുകൾക്കും ഉള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിനകത്തേക്ക് കയറിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഞാൻ പുറത്തുനിന്ന് സൂം ചെയ്തെടുത്തതാണ് കേട്ടോ. കേരള ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് ക്ഷേത്രങ്ങളുടെ ഒരു ആകൃതിയും കമാനങ്ങൾ നോക്കുമ്പോൾ പള്ളിയുടെ ഒരു ആകൃതിയും എല്ലാം കൂടി സമന്വയിച്ച ഒരു രൂപത്തിലാണ് കേട്ടോ എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഈ വരാന്തയിൽ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. തൽക്കാലം നമുക്ക് വിട പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.